ടൂറിസം വകുപ്പും ബോട്ട് ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് കൊല്ലം സാമ്പ്രാണിക്കൊടി ടൂറിസം കേന്ദ്രം താൽക്കാലികമായി അടച്ചു. സാമ്പ്രാണിക്കൊടിക്ക് പിന്നാലെ മണലിക്കടവിൽ കൂടി TDPC പുതിയ ബോട്ടിംഗ് കൗണ്ടർ ആരംഭിച്ചതാണ് തർക്കത്തിന് കാരണം. മണലിക്കടവിലേക്കുള്ള യാത്ര അപകടമാണെന്നും ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ബോട്ട് ഉടമകളും ജീവനക്കാരും ആവശ്യപ്പെട്ടു. ബോട്ട് ഉടമകളുമായി ചർച്ച നടത്തി ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് TDPC അറിയിച്ചു. ദിലീപ് ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കൊല്ലത്തെ ടൂറിസം ഭൂപടത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരിടമാണ് സാമ്പ്രാണിക്കൊടി. ഒരു ദിവസം ഇവിടെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് സാമ്പ്രാണിക്കൊടി തേടിയെത്തുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ആ ദ്വീപിലേക്ക് ഇവിടെ നിന്ന് ബോട്ട് മാർഗം എത്തുന്നു. അവിടെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങുന്നു. അവിടെ വളരെ സന്തോഷത്തോടു കൂടി ആളുകൾ, അതായത് ടൂറിസ്റ്റുകൾ വന്ന് ഉല്ലസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വിനോദസഞ്ചാര മേഖല അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഒന്നുമല്ല, DTPCയും ഇവിടുത്തെ ബോട്ട് തൊഴിലാളികളും തമ്മിലുള്ള ചെറിയൊരു സമരമാണ്. കാരണം അവർ ആവശ്യപ്പെടുന്നത് ഇവിടെ നിന്ന് 53 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. ഈ 53 ബോട്ടുകളും മറ്റൊരു മണലിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വിനോദസഞ്ചാരികൾ എത്താത്ത ഒരു സ്ഥലത്ത്, അവിടെ ഏറ്റവും കൂടുതൽ അപകടകരമായ സ്ഥലത്ത്, വെള്ളം ഓളം തള്ളുന്ന അപകടം വരുത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് സർവീസ് നടത്താൻ DTPC ആവശ്യപ്പെടുന്നു. അത് പറ്റില്ല എന്ന് പറയുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി DTPC ആവശ്യപ്പെട്ടത് എങ്കിൽ ബോട്ട് സർവീസ് നടത്തേണ്ട. ഇപ്പോൾ ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു ഗവൺമെൻറ് ഓർഡർ പോയില്ല. കാരണം നമുക്കറിയാം, ഒരു സെൻറ്റർ തുടങ്ങണമെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വേണം, ജില്ലാ കളക്ടറുടെ ഉത്തരവ് വേണം. അന്നെങ്കിൽ മാത്രമേ നമുക്ക് വേറൊരു സെൻറ്റർ തുടങ്ങാത്തുള്ളൂ. ഇത് ആ ഒരു സെൻറ്റർ പോലെ ഒന്നും നടത്താതെ അവർ ഒരു സുപ്രഭാതത്തിൽ വന്ന് അവിടെ ടിക്കറ്റ് കൗണ്ടർ വെച്ച് അവിടെ ആളുടെ 2 ബോട്ടിലൂടെ കൊണ്ടുവരികയും, ഞങ്ങൾ സമരം തുടങ്ങിയതുവരെ ഞങ്ങൾ DTPCൻ്റെ അധികാരികളാരും നമ്മളെ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് മാന്യമായ ജോലി കിട്ടണം, ഞങ്ങളെ തൊഴിൽ സംരക്ഷിക്കണം. ഞങ്ങളെ പോകുന്നവർ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിർബന്ധിച്ച് അപകടം ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങളെ പറഞ്ഞു വിടാൻ അനുവദിക്കരുത്. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. ഇതിന് നേതൃത്വം നൽകുന്ന കുറച്ച് പേരുണ്ട്. അവരാണ് ഇതിന് ആരായിരിക്കും? പേര് പറയാൻ പറ്റത്തില്ല. പേര് പറഞ്ഞാൽ നമുക്ക് അതിന് ജീവന് ഭീഷണിയാണ്. നമുക്ക് കഴിഞ്ഞ 23-ാം തീയതി കളക്ടറുടെ ചേംബറിൽ കൂടിയ ഒരു മീറ്റിങ്ങിൽ നമുക്ക് ഇവിടുന്ന് പകുതി ബോട്ടുകൾ ഇവിടെ അടുത്ത് ഒരു മണലിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ DTPC ഒരു പുതിയൊരു കൗണ്ടർ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ പകുതി ബോട്ടുകൾ അവിടെ ഇടാനായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. 1 മുതൽ 26 വരെയുള്ള ബോട്ടുകൾ ഇവിടെ, 27 മുതലുള്ള ബോട്ടുകൾ മണലിൽ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ DTPC കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകണം, അങ്ങനെ പോകണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമ്മുടെ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ബോട്ടുകാർ അത് വിസമ്മതിച്ചു. അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അവർ പറയുകയുണ്ടായി. ചർച്ചയിൽ പരിഹാരമുണ്ടാകണം. നിരവധി ടൂറിസ്റ്റുകളാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി നിരാശരായി മടങ്ങുന്നത്. ഇതിന് പരിഹാരം ഉണ്ടായേ തീരൂ. വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.